ഹായ്, ലാലി സ്നാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു മസാല ഫ്രൈ ആണ്. അപ്പോൾ ഈ അടിപൊളി ടേസ്റ്റുള്ള ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കറിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായ പാനൊന്ന് ലോ ഫ്ലെയിമിലേക്കൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം കഴുകിയെടുത്ത 2 ചെറിയ കറുവപ്പട്ട, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അതിലേക്ക് നമുക്ക് ഒരു 3 ചെറിയ വറ്റൽമുളകും ഒരു 2 കാശ്മീരി ചില്ലി, ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി ചേർത്തത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം എരിവുണ്ടാവും. അപ്പോൾ നമുക്ക് അധികം എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ആ 3 വറ്റൽമുളകിന് പകരമായിട്ട് 2 എണ്ണം ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തത്. അപ്പോൾ ഇതിൻ്റെ നേരിയതായിട്ട് ഇതിൻ്റെ കളറൊക്കെ മുളകിൻ്റെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ തണ്ടൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് സെയിം പാനിലേക്ക് തന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം നമ്മളൊരു ലോവിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കൊരു 5-6 ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 3 വലിയ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തത്, ഒരു തണ്ട് കറിവേപ്പില. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ അത്യാവശ്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഒരു നേരിയൊരു കനത്തിലാണ് കേട്ടോ നമ്മളൊന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മളിത് കറിയെ അവസാനം നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഇതിങ്ങനെ അധികം ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കനത്തിൽ നമ്മളിതുപോലെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഓയിലൊക്കെ എല്ലായിടത്തും പിടിച്ചെന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടാലും മാത്രമേ ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ വെന്ത് കിട്ടുള്ളൂ കേട്ടോ. എന്നാലും ഒരു 1/4 ഭാഗം മാത്രമേ വെന്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല രീതിയിൽ തന്നെ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 ഭാഗത്തോളം ഉരുളക്കിഴങ്ങ് വെന്തും വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ വെന്ത് നല്ല ഇങ്ങനെ ഉടഞ്ഞു പോകണേണ്ട. അപ്പോൾ ഈ രീതിയിൽ ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ കളറ് നോക്കിയാലും അറിയാൻ പറ്റും, ഒരു ഗോൾഡൻ കളറൊക്കെ ഏകദേശം ഉരുളക്കിഴങ്ങിന് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഉരുളക്കിഴങ്ങിലേക്ക് ഉപ്പ് നന്നായിട്ട് ഇനി പിടിച്ച് കിട്ടണം. പിന്നെ മഞ്ഞൾപ്പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ച ഒരു കുത്തുണ്ടല്ലോ, അതൊന്ന് മാറി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഒരു 2 മിനിറ്റ് നേരവും കൂടി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഒരു 7 മിനിറ്റോളം ആയിട്ടുണ്ട്. കണ്ട, നല്ല രീതിയിൽ തന്നെ നമുക്കിത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന മുളകില്ലേ, മസാലയൊക്കെ ചേർത്ത് പൊടിച്ച മുളകും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കൂടെ തന്നെ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം കായത്തിൻ്റെ പൗഡർ, അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർത്ത മസാലയുടെയൊക്കെ റോ ടേസ്റ്റ് ഒന്നും മാറാനില്ല. പക്ഷേ നമുക്ക് ഉരുളക്കിഴങ്ങിലേക്ക് ഈ മുളകൊക്കെ നന്നായിട്ടൊന്ന് എരിവൊക്കെ പിടിച്ച് വരണം. അപ്പോൾ വീണ്ടും നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയും ആ എരിവൊക്കെ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 2 മിനിറ്റ് നേരം നമുക്ക് ഇതേപോലെ ഒരു വാഴല ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 2 മിനിറ്റ് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റായി വരുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി മസാല ഫ്രൈ അങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഒരല്പം മോരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി, നമുക്ക് വേറെ ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവർക്കും ഈ മസാല ഫ്രൈ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.